നമ്മൾ വീഡിയോ ഇട്ടിട്ട് 4 ദിവസമായി നമ്മൾ പെട്ടെന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫോൺ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ MRC തൊപ്പിയുടെ കുറെ ഗ്യാങ് കുറെ പിള്ളേരും അത് മാത്രമല്ല ഇപ്പൊ താന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞാണോ അവരുടെ ഇപ്പൊ ഗ്യാങ് ഹൗസും കാര്യങ്ങളൊക്കെ പിരിച്ചുവിട്ടിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ പല വഴിയിലോട്ട് എന്തോ ആയിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ വേറെ ആരെ പേരെടുത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, സെമിയറിനെ ആരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ പറയുന്ന കുറച്ച് കാര്യം എന്തോന്ന് വെച്ചാൽ, ഒരു ശരാശരി മനുഷ്യർ ഇവന്മാരുടെ സ്ട്രീം കണ്ടുകൊണ്ടിരുന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാരും ഒന്ന് റിയാക്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ മാത്രം ഞാൻ എന്താ റിവ്യൂ ഇല്ലാതെ ചെയ്യുന്നുള്ളൂ. അതെന്താ ഞാൻ ആദ്യം തന്നെ എന്തായാലും പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ച് ക്ലിക്കായിട്ടുണ്ടെന്ന് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എവിടെയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ വായിത്തൊന്നും എല്ലാം വിളിച്ചു പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സ്ട്രീം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ തെറ്റൊക്കെ പറ്റുന്നതായിരിക്കും. പക്ഷെ അതൊരു ഹൈ ലെവലിലോട്ട് പോയായിരിക്കും മാക്സിമം ശ്രദ്ധിക്കുക. ഇതൊക്കെ സ്ട്രീം ചെയ്യുന്നൊരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും കണ്ടുപോലെ തന്നെ എന്തായാലും തൊപ്പി അത്യാവശ്യം രീതിക്കാനായിരുന്നു ലൈവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ ഈ കഴിഞ്ഞ ഇട്ട ലൈവ് നിങ്ങൾ കണ്ടാണ്. ആ ഒറ്റ ലൈവ് കൊണ്ട് പുള്ളിക്കാരൻ എന്തായാലും ആ യൂട്യൂബിൽ തന്നെ കരിയർ മൊത്തത്തിൽ മാറ്റുന്നതാണ് ഞങ്ങൾക്ക് പറയാം. ഇതെന്നെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇതിനകത്ത് യോജിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യോജിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഇടാവുന്നൊരു പ്രശ്നമല്ലോ. പക്ഷെ ഞാൻ പറയാനുള്ളത് ഹെൽപ്പ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലൈവ് കൊണ്ട് തന്നെ പല കാര്യങ്ങൾ അവൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ MRC തൊപ്പിയുടെ ഗ്യാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ കൂട്ടം കൂടി ഒരു വീടിനകത്ത് ഇതാണ് ഇതുപോലെ ലൈഫ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്തത്. അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കുറച്ചൊക്കെ അവരാധങ്ങൾ ഇട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതൊക്കെ കുറച്ച് എന്റർടൈൻമെന്റ് ആയിരുന്നു അത്ര എന്റർടൈൻ ചെയ്യുന്ന ഈ പറയുന്ന ഞാനും ഇവന്മാരുടെ ലൈവ് എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്, കാണുമായത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമായിട്ട് ലൈവ്, അതായത് ഷെമീറിട്ട ലൈവായാലും തൊപ്പിയിട്ട ലൈവായാലും എന്താ പറയുന്നത്, ഒരു ലൈവ് എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത്രയ്ക്ക് താഴ്മയിലോട്ട് അത്രയ്ക്ക് ഡൗൺ ഗ്രേഡിലോട്ട് പോയ ലൈഫ് സ്റ്റൈൽ എനിക്ക് മാത്രമേ എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ കൊച്ചുപിള്ളേരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ കുറിച്ച് കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്ത് പോയാൽ ചിലപ്പോൾ ഞാൻ തെറി പറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കണ്ടോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തെറി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവന്മാരൊക്കെ അതുപോലുള്ള വീഡിയോ ആണ് ഇതുവരെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ രാവിലെ എണ്ണിച്ച്, അതായത് ഞാൻ കാണേണ്ട ഇവന്മാരൊക്കെ വീഡിയോ ഇതൊക്കെ ഞാൻ കാണുന്നത്. റീൽസ് അങ്ങനെ കാണാറില്ല, ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ റീൽസ് എടുത്ത് നോക്കുമ്പോൾ രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ ഇവന്മാരുടെ വീഡിയോ ആണ്. അതായത് നമുക്ക് ട്രോമ അടിച്ച് അതായത് നിങ്ങൾ കണ്ടു കാണും. ആ മമ്മൂ എന്ന് പറയാൻ അവരെ പോലൊരു പരക്കുറ്റി വാണ ഇവന്മാർ ആ MRC ഗ്യാങ്ങിനകത്തില്ല. ഇതുപോലെ മാണം എന്തായാലും ആ ഗ്യാങ്ങിനകത്ത് എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കുറേനും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെന്ന് പറഞ്ഞത്. അച്ചാളുമ്പോൾ ഒരു ഇന്റർവ്യൂ ചെന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ എന്തോ കുളിസിനെ തന്നെ ഒളിഞ്ഞു പോകും. ഇതൊക്കെ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവാർഡ് കിട്ടുമല്ലോ. അത്രയ്ക്ക് വലിയ കാര്യമാണല്ലോ അവനൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആ ഇന്റർവ്യൂ ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും അവചനുണ്ടായിരിക്കുക, അതിലോട്ട് എന്തായാലും നമ്മൾ പോകുന്നില്ല. ഇത്രയെല്ലാം കാണിച്ച് നമുക്ക് ഫോട്ടോ എന്ന് പറയാം. പക്ഷെ അവരെല്ലാം അടിച്ചു വരുന്നതിന് ശേഷം അതായത് യുവമാർക്ക് സാലറി കൊടുക്കുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടത്. അതായത് MRC തൊപ്പി, അതായത് തൊപ്പി യുവമാർക്ക് പണി, അത് യുവമാരെ കൂടെ കൂട്ടിയിട്ട് യുവമാർക്ക് സാലറി കൊടുക്കുന്നില്ല എന്നൊരു പരാതി യുവമാർ പറഞ്ഞിട്ട് കുറേ തെളിവുകൾ കാര്യങ്ങളല്ലേ ലൈവിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് രണ്ടുപേരും സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് തൊപ്പിയോടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കങ്ങനെ യോജിക്കാൻ പറ്റത്തില്ല. അതായത് ഈ ഷെമീറിന്റെ മമ്മുവിനെ എന്താ ഇവര് വൃത്തിയായിട്ട ഒരു അബ്യൂസ്, അത് എന്തോ ഒരു സീൻ എന്താ ഇവർ ലൈവിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ബ്ലറാക്കിയിട്ടുണ്ടായ പോലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം വെച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് അവന്മാരുടെ വില കേരളത്തിൽ മൊത്തത്തിലല്ല അവന്മാരായിട്ട് കൊണ്ടുവന്ന് കളഞ്ഞിട്ടുള്ളത്. ഇപ്പം MRC തൊപ്പി ഇപ്പം അവന്മാരെ കുറിച്ച് എന്തെങ്കിലും ഇതുവരെ പറഞ്ഞ ഫോട്ടോ, അതായത് അവന്മാർ ആ വീഡിയോ വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും അവിടെ തന്നെ വരെയല്ല അവർ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ അങ്ങനെ വീഡിയോ എന്തെങ്കിലും ചെയ്ത് ആ ഒറ്റ ലൈവ് സ്ട്രീം കൊണ്ട് ഇവന്മാരുടെ വില എന്തെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, പക്കാര് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. തൊപ്പിയുടെ ലൈവ് കണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും. എനിക്കത് ഈ വീഡിയോക്ക് എന്തായാലും കാണിക്കാൻ തീരെ താല്പര്യമില്ല. കാരണം ഇത്രയും എന്താ പറയുക, ഇത്രയും ഡൗൺ ഗ്രേഡിലോട്ട് പോയ ലൈവ് സ്ട്രീമിൻ്റെ ഒരു കുറച്ച് ക്ലിപ്സ് ഒന്നും എനിക്ക് എടുത്തിടാൻ ഇതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവന്മാർക്കൊരു എന്താ പറയുക ഒരു വില താഴ്ത്തിയത്. അതായത് ഈ ഷെമീറിനൊക്കെ ഏറ്റവും താഴ്ത്തി കൊടുക്കുന്ന ഒരായിപ്പോൾ അതായത് അവന്മാരെ എൻ്റെ വീഡിയോ ബ്ലറാക്കിയിട്ടുണ്ടായിരുന്നു തൊപ്പി. അതെനിക്ക് എന്തായാലും എൻ്റെ സാലറി കൊണ്ട് എന്തായാലും ഹിറ്റ് എനിക്ക് തീരാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ട് നമ്മൾ ലൈഫിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ പോസിറ്റീവ് സൈഡ് നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ചുറ്റും പോസിറ്റീവാണ്, അതായത് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചുറ്റും എല്ലാവരും പോസിറ്റീവ് ആൾക്കാരൊക്കെ വന്നിരിക്കും. ചിലപ്പോൾ എവിടെയൊരു നെഗറ്റീവ് വന്നിരിക്കും, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് എതിരൊരു വലിയൊരു നെഗറ്റീവ് കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ പണി തരാൻ തുടങ്ങും. എല്ലാവരും നമ്മുടെ ചുറ്റിന് എല്ലാവരും നിൽക്കുന്നവരല്ല പോസിറ്റീവ് നിന്നവരെ നേരെ നെഗറ്റീവിലോട്ട് മാറും. അതിൻ്റെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തൊപ്പി ലൈവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഷെമീർ എന്ന് പറയുന്ന വ്യക്തി, അതായത് കുറേ പെൺപിള്ളേരെടുത്ത് അങ്ങനെ എന്നിട്ടുണ്ട് ഇങ്ങനെ എന്നിട്ടുണ്ട്, അത് അമ്മൂൻ്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇത് പറയുന്ന സമയത്ത് പറയണതാണ് ഇവർ അല്ലാതെ ഇപ്പോൾ ഒരു നെഗറ്റീവ് കിട്ടിയെന്ന പേരിൽ അന്ന് പറയരുതായിരുന്നു. അല്ലെങ്കിൽ പറയണമെന്ന് കാര്യം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു. ഇഷ്ടംപോലെ ലൈവും വരെ നേരിട്ടുണ്ടെന്ന് അപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ, അതായത് എപ്പോഴും ആ സമയത്ത് എല്ലാവരും ഒത്തുകൂടിയിരിക്കില്ല. അപ്പം എങ്ങനെ പറയാൻ അങ്ങോട്ടും ഇവിടെ കുറ്റമൊക്കെ എങ്ങനെ പറയാം. അതായത് ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് സംഭവിച്ച സമയത്ത്
അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ലൈവ് ഇട്ട് നാശമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേണേ പറയാം. കൂടെ നിൽക്കുന്നവന്റെ കൊതിവാര് കൂത്തെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഉമ്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോഴും എനിക്കൊരു കാര്യം ഓർമ്മ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ മറ്റേ മമ്മൂന്റെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് അവനെന്തോ ബാംഗ്ലൂരിൽ ചെയ്തൊരു പെണ്ണിനെ പിടിച്ച് ഇങ്ങനെ കൈപിടിച്ച് എന്തോ റൂമിനകത്ത് കൊണ്ടുവന്ന് അതുപോലെ തന്നെ മറ്റേ ഇന്റർവ്യൂ ചെന്നിട്ട് കുറെ വൃത്തിയോട് വിളിച്ച് പറയുന്നു, കുളിസിയും കൊടുക്കാം എന്ന് പറയുന്നു. അതൊക്കെ ഒരു ലൈവിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ചിലപ്പോൾ സ്ക്രിപ്റ്റിലായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ ഇവന്മാർ കൊടുത്ത ശിക്ഷ എന്താ, അതായത് തൊപ്പി കൊടുത്ത ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ഹൗസിൽ നിന്ന് പുറത്താക്കുക. ഇതാണ് ഒരു വലിയ ശിക്ഷ എന്ന് പറഞ്ഞത്. എനിക്ക് അറിയാൻ പറ്റി ചോദിക്കാൻ തൊപ്പിയുടെ ഞാനെങ്കിൽ ചോദിക്കും, ഇതാണ് വലിയ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അമ്മാരെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ വിറ്റ് ചർച്ച സോറി എന്തെങ്കിലും പറയിപ്പിക്കണം, അങ്ങോട്ടേക്കുന്ന കാര്യങ്ങളെല്ലാം പറയണം. അതിന് വേണം ക്യാമ്പ് ഹൗസിൽ പുറത്താക്കുന്നു. പിന്നെ പുറത്താക്കിയില്ലെന്നാണ് ഞാൻ കേട്ടത്. അത് ഇനി പിന്നൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറെ പേരെ ഇതിനുണ്ടാകും ഉമ്മാരെ ക്യാമ്പ് ഹൗസിൽ തന്നെ ഉണ്ടാകും. അത് ലൈവ് കണ്ടവർക്കൊക്കെ എന്തായാലും മനസ്സിലാവും. ഇവിടെ വിത്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം മാത്രം പറയാം. അത് ഒരു നെഗറ്റീവ് കിട്ടിയ സമയത്ത് അങ്ങോട്ടോട്ട് ഫുള്ളി നെഗറ്റീവ് ആയിപ്പോയി രണ്ടുപേരും. അത് ഇപ്പോൾ കൂട്ട യുദ്ധമൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ ആയി തീരുവന്നാ എന്തോ. പക്ഷെ ഷമീറിനെ വരെ എന്തായാലും തുപ്പി എന്തായാലും മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണേ പറയാം. കാരണം വെച്ചാൽ അവൻ്റെ ബ്ലഡ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതങ്ങനെ ഇടാൻ പാടില്ല. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ കാണിക്കണ്ടേ. നേരത്തെ കാണിച്ചത് രണ്ടോസുണ്ട്. പക്ഷേ ഇപ്പോൾ നെഗറ്റീവ് സൈഡ് വന്നപ്പോൾ അവൻ്റെ തെളിവുകളെല്ലാം വെച്ച് കാണിക്കണം. ഇതാണ് ഇവന്മാരുടെ പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് ഇനി ഒരാഴ്ച രണ്ടാഴ്ച ഈ പ്രശ്നങ്ങളെല്ലാം തീരുവാണെങ്കിൽ തന്നെ ഇത് വലിയ സ്ക്രിപ്റ്റുകളാണെന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ നാട്ടുകാരുടെ മുമ്പ് എങ്ങനെ എണ്ണിച്ച് നടക്കും, അല്ലെ എങ്ങനെ ഒന്ന് താഴെ കുറച്ച് എങ്ങനെ നടക്കും? ഇത്ര നാളും അതുപോലായിരിക്കൂ. ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി എന്താ ഐഷോസ്പീൻ്റെ കണ്ണ് എന്തായാലും ഇൻസ്പയർ ആയി വന്ന അങ്ങനെ വീഡിയോ ഇട്ട് ഇഷ്ടം പോലെ കോമാളിത്തരം കാണിച്ചു. പക്ഷെ ഇപ്പോൾ തൊപ്പിയുടെ ലെവല് മാറ്റിക്കൊണ്ടാണ് വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും പൊങ്ങി ഹയസ്റ്റ് ലെവലിൽ വന്നിട്ട് ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവലിലോട്ടാണ് തൊപ്പി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവന്മാരെന്തായാലും ആ ലൈവ് വന്നിട്ട് ഇതുപോലെ അദ്ദേഹം കാണിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തൊപ്പിയുടെ ഭാഗത്ത് നിൽക്കുന്നില്ല, ഇവിടെ ഷമീറിന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, ഇവിടെ മമ്മൂന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതായത് നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും, നമുക്കൊരു റിയാക്ഷൻ വരില്ല, നമുക്ക് പറയാൻ തോന്നില്ല. ആ കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോ പറയുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇച്ചിരി ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ആയിരിക്കും. എന്തോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേരാ. ഇനി പറഞ്ഞുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇതേനായിരിക്കും നിങ്ങൾക്കും പറയാനുള്ളത് അല്ലേ? ഇതന്നല്ലേ വേറെ എന്തെങ്കിലും പറയാനുള്ളൂ? എക്സ്ട്രീം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വില കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവന്മാർ ലൈവ് ഉണ്ട്, ഇത് ലൈവ് ആണെന്ന് പറയാൻ നമുക്ക് തോന്നിപ്പോ. അതായത് അത്രയ്ക്ക് ഡൗൺ ഗ്രേഡിലോട്ട് പോയിട്ടുള്ളതാണ് ഇവന്മാർ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഇവന്മാർ ലൈവിൽ കാര്യം പോട്ടെ, ഇവന്മാർ ഇട്ട് അത് കാര്യം ശരിയാകും ഇട്ടു കഴിഞ്ഞിപ്പോൾ പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്. പക്ഷേ ഇത് കണ്ട ആൾക്കാർ എന്തുമാത്രം ട്രോമറ്റൈസ്ഡ് ആവുമെന്നറിയോ നിങ്ങൾക്ക്? അതായത് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ചിലപ്പോൾ എന്തെങ്കിലും ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവർക്ക് എത്ര നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ മാറുന്നത്. ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഹൈ ലെവലിലോട്ട് പോയിട്ട് ഇപ്പോൾ ലോ ലെവലിലോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ തൊപ്പി തന്നെ ഇതിനുള്ള അവസരം ഒപ്പിച്ചു കൊടുത്തതിനായ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ മാക്സിമം ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക, അല്ലാതെ ബാക്കി ആയിരം ദൈവത്തെ കൂട്ടുവിളിക്കായിരിക്കും നോക്കുക. ഇങ്ങനെ കൂട്ടുവിളിച്ചിട്ടാണ് ഇപ്പോൾ തൊപ്പിയുടെ ഏറ്റവും ഡൗൺ ഗ്രേഡിലോട്ട്. അതായത് ഒരു ഡൗൺഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാങ് പോലെ എന്തായാലും ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് തന്നെ. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഇത്ര ആൾക്കാർ എന്തായാലും ഒരു ചാനൽ ഇത്ര ലൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൂഫ് കാണിക്കുന്ന സമയത്ത് കാണിക്കലാണ്. ഇവന്മാർക്ക് എന്താ നേരത്തെ കാണിക്കാൻ ഒക്കത്തില്ലായിരുന്നു? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും, ഇവന്മാർക്ക് എന്തായാലും നേരത്തെ കാണിക്കാൻ ഒക്കത്തില്ല. നീ തൊപ്പി എന്തായാലും ഷമീറിന്റെ ഭാഗത്തൊരു കുറേ ഫയലും അതായത് കുറേ കാര്യങ്ങൾ ഒത്തിരി എക്സ്പോസ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവരണമായിരുന്നു, അല്ലാതെ ഇപ്പോഴല്ല. എഴുത്തോർക്ക് ഇവന്മാരെ കണ്ടുകൊണ്ട് കാര്യം പഠിക്കുകയായിരിക്കും. ഏതെങ്കിലും നല്ല നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കണ്ടന്റ് നോക്കി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പഠിക്കും. ഇപ്പൊ ഞാനല്ല അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ, അല്ലെ വേറെ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രോമറ്റൈസ്ഡ് എനിക്കായി എന്ത് പറയാം, ഷമീർ എന്ന് പറയുന്ന അവനാണെ അവിടെ കിടന്ന് മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് ആ മമ്മു എന്തോ അവത്ത് കാണിച്ചോണ്ടിരിക്കുന്നേ എനിക്കറിയാൻ പറ്റില്ല. അവൻ കൈവച്ചെന്താ ഒന്ന് കാണിക്കുന്നു, കാല് വെച്ചെന്താ മാറ്റുന്നു, തലയൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയാ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. സത്യം പറയാമെങ്കിൽ അത് വന്ന് എൻ്റെ ഒരു ദിവസം ഉറക്കം എന്തായാലും പോയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനൊക്കെ എവിടെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് മൂത്രം ഒഴിക്കാം. നമ്മളെന്തോ ആരും കാണാത്ത സ്ഥലത്തായിരിക്കും പോയി എന്തായാലും മൂത്രം ഒഴിക്കുന്നത്. ഇവന്മാരൊക്കെ കൊണ്ടുവന്ന് എവിടെയും ഒക്കെ അങ്ങനെ നടത്തിക്കന്ന് ഇവന്മാർ ആ നാട്ടിൽ റോഡ് ചെയ്യുന്നപ്പോഴേക്കും ഒരു മാറ്റവും ഇല്ല. ഒരു സംശയം വേണം, അങ്ങനെ എടുത്തിരിക്കും. ഇത്രയും ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്യായിരിക്കും. വേറെ വല്ല ആൾക്കാരാണ് ഈ സമയം കൊണ്ടൊക്കെ പോയി തൂങ്ങിച്ചെത്താനും അതൊന്നും സംഭവിക്കായിരിക്കണം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ തൊപ്പി ഷമീറും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട്. അതായത് ലൈവിൽ എന്തെങ്കിലും വന്ന് പറയുന്നുണ്ട് ഇഷ്ടം പോലെ തെളിവുകളുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ നേരത്തെ പറഞ്ഞു തന്നെ കാണിക്കുന്ന സമയത്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കിട്ടുന്ന സമയത്തല്ലേ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവന്മാരൊക്കെ കൂടെ എൻ്റെ കൊതിവരെ ഒത്തും തന്നെ പറയണം, അതല്ലേ വേറെ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അമ്മ കൈ വെച്ച് എന്തോ കാര്യങ്ങളാ എന്തോ ചെയ്യാനാടാ വരെ കൊണ്ട് പോയതാ ഷമീറിൻ്റെ അടുത്തിട്ട് എന്തോന്നറിയത്. നമ്മളൊക്കെ സ്കൂളിലെ ടോയ്ലറ്റിലൊന്നും കയറി പിടക്കാൻ നേരത്ത് നമ്മളൊക്കെ സ്കൂളിലെ ടോയ്ലറ്റ് ഒന്ന് കയറാൻ നേരത്ത് അപ്പുറത്ത് ഇപ്പോഴത്തെ ആൾക്കാർ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്തോ പോലെ ആയിരിക്കും ഇല്ലയോ.
എനിക്കൊക്കെ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം. അപ്പൊ അവന്മാരോട് കാണിക്കുന്ന വേറെന്ന് വെച്ചാൽ അങ്ങ് അറ്റത്തെയായിരിക്കും. എനിക്ക് എന്തായാലും വീഡിയോ എന്തായാലും ഇവിടെ എന്തായാലും കാണിക്കാൻ പറ്റത്തില്ല, അതാ ഞാൻ കാണിക്കത്തില്ല. അപ്പം ഈ വീഡിയോ എത്ര ഉള്ളൂ, ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.